മുള്ളുകൾ കളിച്ചിരിവട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളിച്ചിരിവട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ ചിരിച്ചും കളിച്ചും ചിന്തകൾ വിടർത്തും ചേതോഹരമാം ചിറകടിനാദങ്ങൾ അവന് വരില്ലല്ലേ വരുന്നു വിചാരിച്ചത് ഇനിയിപ്പോ എന്റെ രവിയേട്ടോ. ആ ജോസോ, വാ 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 വാ, കയറിയിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല രവിയേട്ടൻ, ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ മാധവേട്ടൻ, നമ്മുടെ LP സ്കൂളിന്റെ അപ്പുറത്തുള്ള മാധവേട്ടൻ ഉണ്ടല്ലോ, മാധവേട്ടനെ കണ്ടിരുന്നു. നമുക്കൊരു വലിയ വിഷമത്തിലാണ്. മൂപ്പർക്ക് എന്തിനാ ഇപ്പൊ സങ്കടം? അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കാനും മറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളാണ്. അതെ, ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കള് നല്ല നല്ല ജോലികളായിട്ട് പുറത്താണ്. പിന്നെ എന്നിട്ട് ഇവിടെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം. ഇക്കൊല്ലം മാധവേട്ടന്റെ മക്കളെല്ലാം ഓണത്തിന് വരുന്നു പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ പറയുന്നവർക്ക് വരാൻ പറ്റില്ല. അതിന്റെ വിഷമത്തിലാണ്. ശരിയാ, മാധവേട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തന്നെയല്ല, മക്കള് ഓണത്തിന് വരുന്നുള്ള പ്രതീക്ഷയില് അദ്ദേഹം വല്ലാണ്ട് സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോ ഓണത്തിന് അവര് വരില്ല എന്ന് അറിഞ്ഞപ്പോ ശരിക്കും സങ്കടമായിട്ടുണ്ടാവും. ഇതിപ്പോ മാധവേട്ടന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഇപ്പോ ഞാനും എന്റെ ഭാര്യ മാത്രമല്ലേ ഉള്ളൂ. മക്കളൊക്കെ പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് വിദേശത്ത് എങ്ങനെ ചേക്കേറിയിരിക്കല്ലേ. ഇത് തന്നെയാണ് മിക്ക വീടുകളിലും സ്ഥിതി. അപ്പോ ഇക്കൊല്ലത്തെ ഓണത്തിന് നമുക്കിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കളെല്ലാം ഉണ്ടല്ലോ, അവരെയൊക്കെ ഒരുമിച്ച് ചേർക്കുന്ന ആഘോഷിക്കാൻ അതൊക്കെ വലിയൊരു സന്തോഷമാവില്ലേ അവർക്ക്? നല്ലൊരാശയമാണത്. ജോസ് ഒരു കാര്യം ചെയ്യും, ജോസിന് പരിസരത്തുള്ള വീടുകാരെ അറിയില്ലോ. അപ്പോ ഓരോ വീടുകളും ചെന്നിട്ട് അവിടുത്തെ നമ്പർ കളക്ട് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് നമ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് തുടങ്ങാം. നമുക്ക് ആ നമ്പറിൽ അവരെ ബന്ധപ്പെടാലോ. അത് ഞാൻ മാത്രമല്ല, ഇവരുടെയൊക്കെ എണ്ണം നോക്കിയുകൊണ്ട് നമുക്കൊരു ഓണസദ്യ കഴിയും. മാത്രമല്ല, ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റാവുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒത്തുകൂടി ഓണം ആഘോഷിക്കുകയും ചെയ്യും. എന്നാൽ നീ വഹിക്കണ്ടേ? നാളെ അത്തം തുടങ്ങാണ്. അത്തം 10 അതെ, ഇനിയിപ്പോ എന്തായാലും വഹിക്കണ്ട. ഒരു കാര്യം ചെയ്യും, എന്റെ നമ്പർ കയ്യിലുണ്ടോ? എങ്കിൽ അത് ചേർത്തോ. നമ്പർ ഒന്ന് പറയാം. ഒരു കാര്യം നമ്പർ ഒന്ന് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ അതെ പറയാം. ഒരു മിനിറ്റ്. ആ പറഞ്ഞു. 740 740 315 315 0 440 440. ഞാനൊന്ന് കോൾ ചെയ്യണ്ടേ, എടുക്കല്ലേ? ഓക്കെ, അപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ മറ്റുള്ളവരുടെ ഒക്കെ നമ്പറുകൾ ആഡ് ചെയ്യാം. നമുക്ക് ഈ കൊല്ലത്തെ ഓണാഘോഷം ഇങ്ങനെ എല്ലാവരുമായിട്ട്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് അടിച്ചു പിടിച്ച് ആഘോഷം. ശരി, നന്നായി നടത്തിക്കോളൂ. ശരി ചേട്ടാ. അപ്പൊ ശരി ചേട്ടാ, എന്റെ കൂടെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ.
നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയ സ്ഥിതിക്ക് നമുക്ക് പാട്ടും കളിയുമായിട്ടൊന്ന് ആഘോഷിച്ചാലോ? എന്താ? ആവാം. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ ഓണപ്പാട്ട് തന്നെ അങ്ങോട്ട് ആവാം. കൈകൊട്ടിക്കളിയുടെ ആശാത്തിയല്ലേ സുമതി ടീച്ചർ ഒരു 4 സ്റ്റെപ്പ് ഇട്ട് തന്നാൽ നമുക്ക് കളിക്കാം. ആ പറഞ്ഞത് ശരിയാട്ടാ. പ്രായമായി എന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കണം. എന്നാൽ നമുക്ക് സദ്യ കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടികൾ നടത്താം. സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും ഉണ്ടാവണം, എല്ലാവരും. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദമോടെ വസിക്കും കാലം അവർത്തങ്ങാക്കുമില്ലാനും കള്ളവുമില്ല ചതിയുമില്ല എന്നോളമില്ല പൊളിവചനം പറയും ചെറുനാളിയും ഓണാഘോഷം തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പാട്ടും കളിയുടെ ശബ്ദമൊക്കെ അകലെന്ന് ഞാൻ കേട്ടു. അപ്പൊ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ആമോദമോടെ വസിക്കും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു, വളരെ നന്നായില്ലേ മധുവേട്ടാ? പിന്നെ വെരി ഗുഡ്. സന്തോഷായില്ലേ മധുവേട്ടാ? ഓ, വളരെ വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരു സമ്മാനം തന്നതിന് ഞാൻ എങ്ങനെയാണ്, ആരോടാണ് നന്ദി പറയേണ്ടത്? എനിക്ക് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. അതെ അതെ. ഇനിയുള്ള കാലം മക്കൾ ഓണത്തിന് വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തെ കുറിച്ചും നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അതെ, മക്കളെ എവിടേക്ക് ആയിരുന്നാലും അവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. മക്കൾക്കൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മൾ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ? ഇനി നമുക്കൊരു സെൽഫി ആയാലോ? ഈ വർഷത്തെ ഓണം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ